ഹായ് ഓൾ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മെമ്മറിയാണ്. മെമ്മറി നമ്മൾ ഓൾറെഡി ഇൻട്രൊഡക്ഷൻ മെമ്മറിയെ പറ്റി പറഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സസ് ഇൻക്ലൂഡഡ് ഇൻ മെമ്മറി പറഞ്ഞിരുന്നു, അല്ലെ നമ്മൾ ഡീൽ ചെയ്താണ് ആ ടോപ്പിക്കുകൾ. അതിനുശേഷം മെമ്മറിയുടെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് മെമ്മറി എന്നുള്ളതാണ്. ദെൻ അതിനുശേഷം അതിൻ്റെ പ്രോസസ്സസ്, അല്ലെ മെമ്മറിയുടെ പ്രോസസ്സസ് എന്താണെങ്കിലും നമ്മൾ പഠിച്ചിരുന്നു ഇതിന് മുമ്പ്. ശേഷം മെത്തേഡ്സ് ഓഫ് മെമ്മറൈസിങ് എന്നുള്ളതാണ്. അതിനുശേഷം മെമ്മറിയുടെ തിയറീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അങ്ങനെ 3 കാര്യങ്ങളാണ് മെമ്മറിയുടെ ഈ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതോടുകൂടി മെമ്മറി എന്ന് പറയുന്ന സെഗ്മെൻറ്റ്, കൊഗ്നിഷനിലെ മെമ്മറി എന്ന് പറയുന്ന സെഗ്മെൻറ്റ് തീരും. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് പോവാം, ലെക്ചറിലേക്ക് പോവാം. ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മെമ്മറി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു എന്തൊക്കെ ഫാക്ടേഴ്സാണ്. ഫാക്ടേഴ്സിനെ ഇൻസൈഡ് ദ ഇൻഡിവിജ്വൽ, അല്ലെ അതിനെ അങ്ങനെ ഇൻസൈഡ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ഔട്ട്സൈഡ് ദ ഇൻഡിവിജ്വൽ എന്ന വിധത്തിൽ 2 തരത്തിൽ ഈ ഫാക്ടേഴ്സിനെ തിരിച്ചിട്ടുണ്ട്. ദ ഫാക്ടേഴ്സ് വിത്തിൻ ദ ഇൻഡിവിജ്വൽ ആണ് ഇൻട്രൻസിക് ഫാക്ടേഴ്സ് എങ്കിൽ ദ ഫാക്ടേഴ്സ് ഔട്ട്സൈഡ് ദ ഇൻഡിവിജ്വൽ എന്നുള്ളതാണ് എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻഡിവിജ്വൽ എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക, ഏത് ഇൻഡിവിജ്വലാണ്? മെമ്മറൈസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ. മനസ്സിലായോ? ഒരു ഇൻഡിവിജ്വൽ എഫേർട്ടാണ് ഇവിടെ വേണ്ടതല്ലേ മെമ്മറൈസ് ചെയ്യണമെങ്കിൽ. ഒരു ഇൻഡിവിജ്വൽ എഫേർട്ട് വേണം. ഓരോ വ്യക്തി അല്ലെ ഒരു ഗ്രൂപ്പ് എഫേർട്ടായിട്ടൊന്നും മെമ്മറി നിൽക്കില്ല, ശരിയല്ലേ? അപ്പം അത് ശരിക്കും ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് അല്ല, അതാണ് ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അല്ലെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ് എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സിന് ഈ വ്യക്തിയുടെ ഇൻഡിവിജ്വലിൻ്റെ ഇൻസൈഡ് എന്ന് വരുന്നതാണെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അല്ലെ എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദി ഇൻഡിവിജ്വൽ, അല്ലെങ്കിൽ അയാൾക്ക് ഡയറക്റ്റ് അയാൾ ഇടപഴകുന്ന സിറ്റുവേഷൻ അല്ലെ സർക്കംസ്റ്റൻസസിൽ നിന്ന് വരുന്ന അതിനെ മെമ്മറിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ ഇൻട്രിൻസിക് ഫാക്ടേഴ്സിൽ ഏജ് വരുന്നുണ്ട്, മെച്യൂരിറ്റി, വിൽ ടു ലേൺ, ഇൻട്രസ്റ്റ് ആൻഡ് അറ്റൻഷൻ, ഇൻ്റലിജൻസ്, റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്, മെഡിക്കൽ കണ്ടീഷൻ. ഇങ്ങനെ ഇൻട്രിൻസിക് ഫാക്ടേഴ്സിന് തിരിച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോകും എന്താണ് ഏജ്. ഏജും മെമ്മറിയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി, എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഏജും മെമ്മറിയായിട്ടും? നമുക്കറിയാം അല്ലേ, പ്രായമാവും തോറും ഒരു ഡിക്ലൈൻ അല്ലെങ്കിൽ ഡീകെ, മെമ്മറിയിൽ ഒരു ഡീകെ വരുന്നുണ്ട് അല്ലേ. പ്രായമാകുന്നവർക്ക് നമുക്കൊരു പക്ഷേ മുഖം പോലും റെക്കഗ്നൈസ് ആളുകളെ ഓർത്തിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഏജും മെമ്മറിയും തമ്മിൽ ദർ വിൽ ബി എ നെഗറ്റീവ് കോറിലേഷൻ അല്ലേ. ആസ് ദ ഏജ് ഇൻക്രീസസ് മെമ്മറി ഡിക്രീസസ്. അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഏജ് ക്യാൻ ബി ആൻ ഇൻട്രിൻസിക് ഫാക്ടർ ഓൺ മെമ്മറി. ക്ലിയർ ആയല്ലോ? ദെൻ മച്യൂരിറ്റി രണ്ടാമത്തെ കാര്യമാണ്. നമുക്ക് ഗഹനമായിട്ടുള്ള ചിന്ത ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യാനായിട്ട് ചില കോൺസെപ്റ്റുകളിൽ. അപ്പോൾ കുട്ടികൾക്കത് മനസ്സിലായില്ല, പക്ഷേ അവർ മെച്യൂർ ആകുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അവർക്കത് മനസ്സിലാക്കി നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ മെച്യൂരിറ്റി കിട്ടുന്നതനുസരിച്ച് നമുക്കൊരു മെൻ്റൽ അല്ലെങ്കിൽ ഇമോഷണൽ മെച്യൂരിറ്റി കിട്ടുന്നതിനനുസരിച്ചിട്ട് അവിടെ മെമ്മറൈസിങ് പ്രോസസ്സും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് തമ്മിലൊരു പോസിറ്റീവ് കോറിലേഷൻ ഉണ്ട്. മനസ്സിലായോ? ഒന്ന് ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റേത് ഇൻക്രീസ് ചെയ്യും. പിടികിട്ടി? അതാണ് ഒരു പോസിറ്റീവ് കോറിലേഷൻ എന്ന് ഞാൻ പറഞ്ഞത്. തേർഡ് ഈസ് വിൽ ടു ലേൺ. ഇത് ഈസ് അപ് ടു ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദി ഇൻഡിവിജ്വൽ ഹു ഈസ് റെഡി ടു ലേൺ. ഓക്കെ, എത്രമാത്രം ഈ വ്യക്തി റെഡിയാണ്, ഹൗ മച്ച് ഹി ഈസ് റെഡി ടു ലേൺ എന്നുള്ളതാണ് ഇവിടെ വിൽ ടു ലേൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അയാൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യാൻ പറ്റും, ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ കുറേയേറെ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നിന്ന് മിസ്സായി പോകും. ക്ലിയർ ആയോ? ദെൻ ഇൻട്രസ്റ്റ് ആൻഡ് അറ്റൻഷൻ. ഓക്കെ, മറ്റേത് ആറ്റിറ്റ്യൂഡാണ്. ഇത് വളരെ കൃത്യമായിട്ട് ഇൻട്രസ്റ്റ് ആൻഡ് അറ്റൻഷൻ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് പറയുന്നു. ശരിക്കും പറഞ്ഞാൽ എത്രമാത്രം റെഡിയാണ് ഈ വ്യക്തി, അതായത് അറ്റൻഷൻ എത്രമാത്രം അയാൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഈ 2 കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ആൻഡ് അറ്റൻഷൻ. വിൽ ടു ലേണും ഇൻട്രസ്റ്റ് ആൻഡ് അറ്റൻഷൻ തമ്മിലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ വിൽ ടു ലേൺ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അയാളുടെ ആറ്റിറ്റ്യൂഡായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ, ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ സമയത്തെ അയാളുടെ ഒരു മൂഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. മനസ്സിലാക്കുക എത്രമാത്രം അയാൾ ഇൻട്രസ്റ്റഡ് ആണെന്ന്. ഓക്കെ, വിൽ ടു ലേൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്പെസിഫിക് ഗോൾ ഉണ്ടെന്ന് വിചാരിക്കുക. എനിക്ക് പഠിക്കണം, ഞാൻ പഠിച്ചെങ്കിൽ മാത്രമേ എനിക്കിത് പാസ്സാകാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഐ വിൽ ലേൺ ദിസ് എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. അയാൾ മെമ്മറൈസ് ദിസ് എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. അത് വിൽ ടു ലേൺ ആണ്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ടൈം പീരീഡിൽ അയാളുടെ മൂഡിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായോ ഇത് തമ്മിലുള്ള വ്യത്യാസം? ദെൻ ഇൻട്രസ്റ്റ് ആൻഡ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ദെൻ ഇൻ്റലിജൻസും മെമ്മറിയും തമ്മിലൊരു പോസിറ്റീവ് കോറിലേഷൻ ഉണ്ട്. ഇൻ്റലിജൻസ് കൂടുന്നതിനനുസരിച്ച് മെമ്മറൈസിങ് പ്രോസസ്സിൻ്റെ അതും കൂടിക്കൊണ്ടിരിക്കും. ക്ലിയർ ആയോ? റെസ്റ്റ് ആൻഡ് സ്ലീപ്പ് അടുത്ത ഒരു മേജർ ഇൻട്രിൻസിക് ഫാക്ടറാണ്. പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് ആൻഡ് സ്ലീപ്പ് ഈ ഇൻഡിവിജ്വലിന് ഉണ്ടെങ്കിൽ മെമ്മറൈസിങ് പ്രോസസ്സും വിൽ ബി മോർ ഈസിയർ. മനസ്സിലായോ? അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ഫെറ്റീഗോ അല്ലെ അതിൻ്റെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഈ വ്യക്തിക്ക് വളരെ കൃത്യമായിട്ട് മെമ്മറൈസ് ചെയ്യാൻ പറ്റാതെ വരും. അതാണ് ഇൻട്രിൻസിക് ഫാക്ടറിലെ മേജർ ആയിട്ടുള്ള ഒരു സംഭവം, റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്. ദെൻ ദ മെഡിക്കൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ
മെമ്മറൈസ് ചെയ്യാൻ പറ്റാത്തതില്ല സ്വാധീനിക്കുന്ന വിധത്തിലുള്ള മെഡിക്കൽ കണ്ടീഷൻ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഒരു സ്ട്രോക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് കൊണ്ടോ ഒക്കെ ഉണ്ടാകും. അതല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷനിൽ പ്രത്യേകിച്ച് നമുക്ക് പറയാൻ പോകുന്ന ഡിസോർഡേഴ്സ് ഉണ്ട്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്ന് പറയുന്നത് ADHD അല്ലെ ADHD അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഡിസോർഡേഴ്സ് ഉണ്ട്. അതെല്ലാം നമ്മൾ മുതിർന്ന ക്ലാസ്സുകളിൽ പഠിക്കും. ഓക്കെ, അതാണ് ശരിക്കും ഇൻട്രിൻസിക് ഫാക്ടേഴ്സിൽ വരുന്നതെങ്കിൽ. എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ്, അതായത് ഔട്ട്സൈഡ് ദ ഇൻഡിവിജ്വൽ അല്ലെ അയാളുടെ സർക്കംസ്റ്റാൻസസിൽ നിന്ന് വരുന്ന ഫാക്ടേഴ്സാണ് ഒന്നാമത്തെ മീനിങ് ഫുൾനെസ് ഓഫ് ദി മെറ്റീരിയൽ. എത്രമാത്രം ഈ മെറ്റീരിയൽ മീനിങ് ഫുൾ ആണ് എന്നതാണ് ശരിക്കും എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സിൽ ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൂടുതൽ ഈസി ആയിട്ട് നമ്മൾ മെമ്മറൈസ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, ദെൻ ദ സൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദി മെറ്റീരിയൽ ടു ബി മെമ്മറൈസ്. നമുക്ക് സൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഒരു വലിയ ഒരു കാര്യമാണ്. നമുക്ക് ഇൻഫർമേഷൻ ഓവർലോഡ് എന്നൊക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. കുറഞ്ഞ ഇൻഫർമേഷനുകൾ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടി നമ്മൾ പല ടെക്നിക്കുകളും ഉപയോഗിക്കുന്നുണ്ട്. അത് ലേറ്റർ ഈ സെഗ്മെൻറ്റിൽ തന്നെ വരുന്നുണ്ട്. ഓക്കെ, ദെൻ ടൈം റിക്വയർഡ് ടു വോക്കലൈസ് റെസ്പോൺസ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇക്വേഷൻ പഠിക്കുകയാണെങ്കിൽ, ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണെങ്കിൽ നമ്മൾ അത് വളരെ പെട്ടെന്ന് വോക്കലൈസ് ചെയ്യുക അല്ലേ. നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അത്ര വേഗത്തിൽ തന്നെ നമുക്കിത് ഓർത്തെടുക്കാനും പറ്റും. ചെറിയ സമയമാണ് വോക്കലൈസ് ചെയ്യാനായിട്ട്, ചെറിയ സമയമാണ് വേണ്ടതെങ്കിൽ അത് വളരെ പെട്ടെന്ന് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. വോക്കലൈസ് ചെയ്യാൻ കൂടുതൽ സമയം വേണമെങ്കിൽ അത്രയും നീളത്തിൽ വേണം. അപ്പോൾ അത് മൊത്തത്തിൽ നമുക്ക് ഓർത്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും, മെമ്മറൈസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. ക്ലിയർ ആയോ? മെമ്മറൈസ് ചെയ്യാനായിട്ട് കേട്ടോ. ദെൻ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ അല്ലെ എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സിൽ അടുത്ത് വരുന്നതാണ് എക്സ്റ്റേണൽ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ മെമ്മറൈസിങ് പ്രോസസ്സിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഡിസ്ട്രാക്ഷൻ നമുക്ക് ഇൻഡിവിജ്വൽ ഇൻസൈഡ് വന്നെങ്കിൽ പോലും ഔട്ട്സൈഡിൽ നിന്ന് പലതരത്തിലുള്ള ലൗഡ് നോയ്സ് അല്ലെങ്കിൽ ഒരുപാട് സ്റ്റിമുലസ്, അതായത് പലവിധ സ്റ്റിമുലസുകൾ ഒരുമിച്ച് വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് ഡിസ്ട്രാക്റ്റഡ് ആവുകയാണെങ്കിൽ അവിടെ മെമ്മറൈസിങ്ങിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. ഇതാണ് മേജറായിട്ടുള്ള ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റ് മെമ്മറി എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് ആർ കം വിത്തിൻ ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ extrinsic factors come outside the individual. ഇത് രണ്ടും have a direct influence on memory എന്നുള്ളത് നമ്മളുടെ മനസ്സിലിരിക്കാം. ദെൻ മെത്തേഡ്സ് ഓഫ് മെമ്മറൈസിങ്, നമ്മൾ എങ്ങനെ ഏതൊക്കെ രീതികളിൽ നമ്മൾ മെമ്മറൈസ് ചെയ്യും എന്നുള്ളതാണ്. നമ്മളൊക്കെ ചെയ്തു പോരുന്ന കാര്യങ്ങളാണ്. അത് ഇത്തിരി എന്താ പറയുന്നത്, ഒരു ഓർഗനൈസ് ചെയ്തിരിക്കുന്നു അല്ലെ, ഒരു പ്രത്യേക പേരുകൾ കൊടുത്ത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. നമുക്കത് കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓരോന്ന് ഹോൾ വേഴ്സസ് പാർട്ട് മെത്തേഡ്. ഫസ്റ്റ് വൺ ഈസ് ഹോൾ വേഴ്സസ് പാർട്ട് മെത്തേഡ്. നമ്മൾ ഗസ്റ്റാൾട്ട് സൈക്കോളജി പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിരുന്നു ഹോളിസ്റ്റിക് അപ്രോച്ച് ആൻഡ് പാർട്ട് എന്നുള്ളത് അല്ലേ, സ്പെസിഫിക് അറ്റൻഷൻ അല്ലെങ്കിൽ ഹോൾ അറ്റൻഷൻ എന്നുള്ളത്. അത് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ക്ലിയർ ആയോ? നമ്മൾ എന്താ പറയുന്ന ഒരു നേരെ നമ്മളുടെ ചുറ്റുപാടും ഒന്ന് നോക്കുക, അല്ലെങ്കിൽ നമ്മളുടെ എൻവയോൺമെൻറ്റിൽ നോക്കുക, നേച്ചറിലേക്ക് നോക്കുക. അവിടെ നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുകളിൽ നമ്മൾ കാണുന്ന ഒരു ഭംഗിയായിരിക്കും നമ്മളൊരു ഫോട്ടോയിൽ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഫ്രെയിമിൻ്റെ അകത്താക്കുമ്പോൾ അവിടെ വ്യത്യാസമുണ്ട്. അതാണ് ഹോളും പാർട്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെയും നമ്മൾ മെമ്മറൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹോളായിട്ടും പഠിക്കുന്നുണ്ട്, പാർട്ടായിട്ടും പഠിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ചില സമയങ്ങളിൽ എന്താ പറയുന്നത്, ക്വാണ്ടിറ്റി കുറഞ്ഞ ഇൻഫർമേഷനുകളാണെങ്കിൽ ഒറ്റയിരിപ്പിന് മൊത്തത്തിൽ നമ്മൾ പഠിച്ചു പോകും. പക്ഷേ ക്വാണ്ടിറ്റി കൂടിയതാണ്, കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ, സ്റ്റിമുലസിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലാണെങ്കിൽ അത് പാർട്ടായിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. അതിന് പല ടെക്നിക്കുകളുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ താഴേക്ക് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ദെൻ സ്പേസ് ആൻഡ് അൺസ്പേസ്ഡ് മെത്തേഡ്. സ്പേസ് ആൻഡ് അൺസ്പേസ്ഡ് മെത്തേഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ട ഇൻഫർമേഷൻ കൂടുതലാണെങ്കിൽ അതിന് നമ്മളൊരു സ്പേസ് കൊടുക്കും. വർക്ക് ആൻഡ് റെസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളിലാണ് ഇവിടെ ഇത് നടക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? വർക്ക് ആൻഡ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമല്ല, ഇൻ ബിറ്റ്വീൻ നമ്മൾ റെസ്റ്റ് കൊടുക്കാറുണ്ട് അല്ലേ. നമ്മളത് സ്പേസ് കൊടുക്കാറുണ്ട് മുഴുവൻ ഇൻറ്റേർണലൈസ് ചെയ്യുന്നതിന്. അതാണ് ഇവിടെ സ്പേസ് എന്ന് പറയുന്നത്. സ്പേസ് കൊടുത്തിട്ട് അപ്പം നമ്മൾ ഇൻ ബിറ്റ്വീൻ റെസ്റ്റ് എടുത്തിട്ടുള്ള ഒരു മെമ്മറൈസിങ് ആണെങ്കിൽ ആ സ്പേസ് എന്നും സ്പേസ് മെത്തേഡ് എന്നും. അൺസ്പേസ്ഡ് എന്ന് പറഞ്ഞാൽ ഒറ്റയിരിപ്പിൽ മൊത്തത്തിൽ ഹോൾ പഠിച്ചില്ലേ, അതുപോലെ തന്നെ ഒറ്റയിരിപ്പിൽ മൊത്തത്തിൽ എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ മെമ്മറൈസ് ചെയ്യുവാണെങ്കിൽ അതിനെ
അൺസ്പേസ്ഡ് മെത്തേഡ് എന്നും പറയും. ദെൻ റെപ്പറ്റീഷൻ ആൻഡ് പ്രാക്ടീസ്, നമ്മൾ പഠിക്കുന്ന അല്ലെ മെമ്മറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പ്രാക്ടീസിലൂടെ അല്ലേ. നല്ല ഒരു ഇൻഫർമേഷൻ, ഒരു സ്റ്റിമുലസിന് റിലേറ്റഡുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമ്മളുടെ ഷോർട്ട് ടൈം മെമ്മറിയിൽ അത് നിന്ന് ഇമ്മീഡിയറ്റ് മെമ്മറിയിലുണ്ട്. ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് പോകണമെങ്കിൽ റിഹേഴ്സലോ റെപ്പറ്റീഷൻ വേണമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അതാണ് റെപ്പറ്റീഷൻ ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എത്രമാത്രം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു, എത്രമാത്രം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നോ അതിനനുസരിച്ച് മെമ്മറി വിൽ ബി ഇംപ്രൂവ്ഡ്. ഓക്കെ. Then making use of principle of association അല്ലേ. നമ്മൾ വി ആർ മേക്കിംഗ് യൂസ് ഓഫ് ഡിഫറെൻറ്റ് എന്താ പറയുന്നത് അസോസിയേഷൻസ് ഉണ്ടല്ലേ. പലതരത്തിലുള്ള അസോസിയേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. മനസ്സിലായി. ഒരു ഇൻഫർമേഷനുകൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയുന്നത് പലവിധ മെത്തേഡുകൾ പലവിധ കാര്യങ്ങളുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യാറുണ്ട്. അതാണ് യൂസ് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് അസോസിയേഷൻ എന്നാണ് മെമ്മറൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. വൈറ്റൽ ഇൻഫർമേഷനെ അല്ലെങ്കിൽ നമുക്ക് ജനറൽ ഇൻഫർമേഷനെ നമ്മൾ അസോസിയേറ്റ് ചെയ്ത് നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കാറുണ്ട്. ക്ലിയർ ആയോ? അതാണ് ശരിക്കും യൂസ് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഗ്രൂപ്പിംഗ് ആൻഡ് റിഥം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് ലാർജ് ഇൻറ്റൻസിറ്റി ഓഫ് അല്ലെങ്കിൽ ഹൈ ക്വാണ്ടിറ്റി ഓഫ് ഇൻഫർമേഷൻ ആണ് നമുക്ക് കിട്ടുമെങ്കിൽ അതിന് നമ്മൾ സബ് ഡിവൈഡ് ചെയ്യാറുണ്ട്, ഗ്രൂപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്യാറുണ്ട് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ റിതം പോലെ പഠിക്കാറുണ്ട്. അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു എപ്പിറ്റം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇനീഷ്യൽ ക്ലാസ്സുകൾ പ്രത്യേകിച്ച് ഒരു KG ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് പഠിക്കുന്നത് എങ്ങനെയാണ്? ABCD അങ്ങനെ പഠിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അങ്ങനെ പഠിച്ചു പോകണോ? അല്ല. അ ഇ ഈ ഉ എന്നുള്ള ഒരു റിഥം നമ്മൾ അവിടെയുണ്ട് അല്ലേ. ABCDEFG അങ്ങനെ ഒരു റിഥം നമ്മൾ ഉണ്ടാക്കിയിട്ട് പഠിക്കുന്നുണ്ട്. അതായത് ശരിക്കും ഗ്രൂപ്പിംഗ് ആൻഡ് റിഥം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെസിറ്റേഷൻ, അടുത്തത് റെസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഇൻഫർമേഷനെ നമ്മൾ എന്താ പറയുന്നത് ഇൻറ്റേർണലൈസ് ചെയ്തതിന് ശേഷം അതിനെ വീണ്ടും ഒന്ന് റിവ്യൂ ചെയ്യാനായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നതാണ് റെസിറ്റേഷൻ എന്ന് പറയുന്നത്. വീണ്ടും നമ്മൾ പ്രാക്ടീസ് അല്ല, അതിലുപരി കിട്ടുന്ന ഇൻഫർമേഷനെ വീണ്ടും നമ്മളുടേതാക്കുകയാണ് അല്ലേ. ഇൻറ്റേർണലൈസ് ചെയ്തിട്ട് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് റെസിറ്റേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മളുടെ മെമ്മറിയിൽ അതിരിക്കും, അത് കൂടുതൽ സമയത്തേക്ക് നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റും. യൂട്ടിലൈസിങ് ആസ് മെനി സെൻസസ് ആസ് പോസിബിൾ. ഇവിടെ നമ്മൾ മെമ്മറൈസ് ചെയ്യുന്ന പ്രോസസ്സിൽ അല്ലെ നമ്മളൊരു സംഭവം എന്താ പറയുന്നത് പഠിക്കുന്ന ഒരു തിയറം അല്ലെങ്കിൽ ഒരു തിയറി നമ്മൾ ഇൻറ്റേർണലൈസ് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? നമ്മൾ ഉറക്കെ വായിക്കാറുണ്ട് അല്ലേ. ഉറക്കെ വായിക്കുമ്പോൾ നമ്മളുടെ വിഷ്വൽ സെൻസേഷൻ അവിടെ വരുന്നു, ഓഡിറ്ററി സെൻസേഷൻ അവിടെ വരുന്നുണ്ട്, ചിലപ്പോൾ ടാക്ച്വൽ സെൻസേഷൻ നമ്മൾ തൊട്ടും കൂടി നോക്കാറുണ്ടല്ലേ ചില കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ നമുക്ക് ഏതൊക്കെ സെൻസസ് ഉപയോഗിക്കാവോ ആ യൂട്ടിലൈസിങ് ആസ് മെനി ആ സെൻസസ് ആസ് പോസിബിൾ എന്നുള്ളത് ഒരു മെത്തേഡ് ഓഫ് മെമ്മറൈസിങ് ആണ് എന്നുള്ളതാണ്. ഓക്കെ. പുള്ളിങ് അറ്റ് ഓൾ ടുഗദർ. അപ്പോൾ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഇൻഫർമേഷൻ നമുക്ക് വരുവാണെങ്കിൽ അതിനെ ഒരുമിച്ച് നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവന്ന് അതിനെ കാറ്റഗറൈസ് ചെയ്യും. ഓക്കെ. സിമിലാരിറ്റി ഉള്ളതിനെ കാറ്റഗറൈസ് ചെയ്യുന്നു, ഡിസിമിലർ ആയിട്ടിനെ സെപ്പറേറ്റ് ചെയ്ത് വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മൾ പഠിക്കുക. അതാണ് എല്ലാത്തിനും ഒരുമിച്ച് കൊണ്ടുവന്ന് കാറ്റഗറൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ശരിക്കും പുള്ളിങ് അറ്റ് ഓൾ ടുഗദർ എന്ന് പറഞ്ഞാൽ മെമ്മറൈസ് ചെയ്യുക എന്നുള്ളത് വരുന്നത്. ദെൻ ഫണൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് ഓഫ് ജനറൽ ഇൻഫർമേഷൻ അവിടെ നിന്ന് കിട്ടുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് പല സ്റ്റിമുലസുകളുണ്ട്. അതിൽ നമുക്ക് വേണ്ട സ്റ്റിമുലസിനെ സ്പെസിഫൈ ചെയ്ത് അരിപ്പ പോലെ അരിച്ചെടുത്തിട്ട് നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്, മെമ്മറൈസ് ചെയ്ത് വെക്കുന്നതാണ് ഫണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത് സ്പെസിഫൈ ചെയ്യുന്ന വാട്ട് ഓൾ ആർ ദ തിങ്സ് ഐ വാണ്ടഡ് ടു നീഡ് എന്നുള്ള ഒരു സംഭവം അല്ലെ ഐ വാണ്ട് ടു ലേൺ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ കാര്യങ്ങൾ മാത്രം ഒരു ഫണൽ എന്ന പോലെ എടുത്ത് വെക്കുന്നത്, അതാണ് ഫണൽ അപ്രോച്ച് എന്നുകൊണ്ട് പറയുന്നത്. ദെൻ അക്രോണിയം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ഉണ്ട്, പ്ലാനിങ്, ഓർഗനൈസിങ് കേട്ടിട്ടുണ്ടോ? സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, റിപ്പോർട്ടിംഗ്, അങ്ങനെ പോസ്റ്റ് ഡി കോർബ് എന്നുള്ള രീതിയിൽ അതിൻ്റെ P ഫോർ പ്ലാനിങ് പിടികിട്ടിയോ? O ഫോർ ഓർഗനൈസിങ്, S ഫോർ സ്റ്റാഫിംഗ്, D ഫോർ ഡയറക്റ്റിംഗ്, അങ്ങനെ പോസ്റ്റ് ഡി കോർബ് എന്നുള്ള രീതിയിൽ നമ്മൾ ഓർത്ത് വെക്കുക. ഇൻഫർമേഷൻ ഇപ്പം ആദ്യത്തെ ആ ഓരോ കിട്ടുന്ന പീസ് ഓഫ് ഇൻഫർമേഷൻ അല്ലെ ആ ലെറ്റേഴ്സിൻ്റെ ആദ്യത്തെ വേർഡിൻ്റെ ആദ്യത്തെ ലെറ്റർ മാത്രം ഓർത്തിരിക്കുന്നതിന് അക്രോണിയം എന്ന് പറയുന്നെങ്കിൽ അക്രോസ്റ്റിക് എന്ന് പറയുന്നത് മൊത്തത്തിൽ എന്താ പറയുന്നത് ഒരു പാട്ട് പോലെയോ ഒരു റിഥം പോലെയോ അല്ലേ അങ്ങനെ ഒരു റൈം പോലെയൊക്കെ നമ്മൾ ഓർത്തിരിക്കുന്നതിനാണ് അക്രോസ്റ്റിക് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത് ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഓൾഡ് പീപ്പിൾ ഫ്രം ടെക്സാസ് ഈറ്റ് സ്പൈഡേഴ്സ്. അതിന് നമുക്ക് ഒസിപിറ്റൽ പരിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ലോബ്സ് ഇല്ലേ, നമ്മളുടെ ബ്രെയിൻ സ്കള്ളിൻ്റെ ഒസിപിറ്റലിന് വരെ ഓൾഡ്, പീപ്പിളിന് വരെ പരിറ്റൽ, ദെൻ ഫ്രം എന്നുള്ളത് ഫ്രണ്ടൽ ലോബ്,
ടെക്സാസ് ഈറ്റ് സ്പൈഡേഴ്സ്, ടെക്സാസ് എന്നുള്ളതിന് പകരം ടെമ്പോറൽ, അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് പഠിക്കുന്നതിന് ഓൾഡ് പീപ്പിൾ ഫ്രം ടെക്സാസ് ഈറ്റ് സ്പൈഡേഴ്സ്, അങ്ങനെ ഒരു സെൻറ്റൻസ് നമ്മൾ പഠിച്ചു വെച്ചു. അത് നമ്മളുടെ സ്കള്ളിലെ എന്താ പറയുന്നത് ബോൺസിനെ പറ്റിയിട്ട് പഠിക്കാനായിട്ടാണ്. ഒസിപ്പിറ്റൽ, ഓൾഡിന് പകരം ഒസിപ്പിറ്റൽ, പീപ്പിളിന് പകരം പരിറ്റൈൽ. ദെൻ ഫ്രം ടെക്സാസ് എന്നുള്ളതിന് ഫ്രമിന് ഫ്രണ്ടൽ, ടെക്സാസ് ടെമ്പോറൽ, അങ്ങനെ നമ്മൾ പഠിച്ചു പോകുന്നതാണ് ശരിക്കും അക്രോസ്റ്റിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെമോണിക്സ് എന്ന് പറയുന്നതാണ് അടുത്ത ഏറ്റവും മേജർ ആയിട്ടുള്ളൊരു സംഭവം. അതൊന്ന് ഓർത്തിരിക്കാം. നെമോണിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം യൂഷ്വലി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ മോഹൻലാലിൻ്റെ ഒരു സിനിമയുണ്ടല്ലോ, ആ സിനിമയുടെ പേരെന്തായിരുന്നു? രസതന്ത്രമാണോ? രസതന്ത്രം അല്ല, നമ്മളുടെ അൽഷിമേഴ്സ്, മോഹൻലാലിന് അൽഷിമേഴ്സ് ആയിട്ട് പോകുന്ന ഒരു സിനിമ. ആ ബ്ലെസ്സിയുടെ ഒരു മൂവിയാണ്. ആ മൂവിയിൽ വളരെ കൃത്യമായിട്ട് മോഹൻലാൽ പറയുന്നുണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ ലിങ്ക് ചെയ്ത്, അല്ലെ കൂടുതൽ ഇൻഫർമേഷൻ ഒറ്റ രീതിയിൽ നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ ലിങ്ക് ചെയ്ത് എങ്ങനെ പഠിക്കുമെന്ന് മോഹൻലാലിൻ്റെ ക്യാരക്ടർ ആ മകൻ ക്യാരക്ടറിനെ, മോനായിട്ടുള്ള ക്യാരക്ടറെ പഠിപ്പിക്കുന്നുണ്ട്. മനസ്സിലായി? കുറേയേറെ എന്താ പറയുന്നത് വേർഡ് പറയുന്നു. ആ വേർഡുകളെ കിട്ടാതെ വരുമ്പോൾ അത് ഒരു സാങ്കല്പികമായിട്ടൊരു സ്റ്റോറി പോലെ ഉണ്ടാക്കി അതിനനുസരിച്ച്, അതാണ് ശരിക്കും നെമോണിക്സ് എന്ന് പറയുന്നത്. ഇവിടെ ഡിഫിക്കൽട്ട് ടു റിമെമ്പർ ഇൻഫർമേഷനെ ഇൻ എ വേ ദാറ്റ് ഈസ് മച്ച് ഈസിയർ ടു റിമെമ്പർ എന്നുള്ള രീതിയിൽ പഠിച്ചു വെക്കുന്നത്. ദ ഐഡിയ ബിഹൈൻഡ് യൂസിങ് നെമോണിക്സ് ഈസ് ടു എൻകോഡ് ഡിഫിക്കൽട്ട് ടു റിമെമ്പർ ഇൻഫർമേഷൻ ഇൻ എ വേ ദാറ്റ് ഈസ് മച്ച് ഈസിയർ ടു റിമെമ്പർ. അതായത് നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും, അതായത് പഠിക്കുന്നതിൽ അല്ലെ ഇൻറ്റേർണലൈസ് ചെയ്യുന്നതിൽ ഡിഫിക്കൽട്ടി ഉള്ള ഗ്രൂപ്പ് ഓഫ് ഇൻഫർമേഷനെ എൻകോഡ് ചെയ്യുന്നു. എങ്ങനെയാണ്? ഇൻ എ വേ ദാറ്റ് ഈസ് മച്ച് ഈസിയർ ടു റിമെമ്പർ. അതാണ് ശരിക്കും നെമോണിക്സിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് പലതരത്തിലുള്ള നെമോണിക് എന്താ പറയുന്നത് സിസ്റ്റങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള എന്താ പറയുന്നത് സ്റ്റൈലുകളുണ്ട്. അതിലൊന്നാമത്തെ നെമോണിക് ലിങ്ക് സിസ്റ്റം എന്നിവിടെ പറയുന്നത്. ദെൻ മെമ്മറി പെഗ് സിസ്റ്റം, ദെൻ മെത്തേഡ് ഓഫ് ലോക്കി, ചങ്കിങ്, അങ്ങനെ പലതരത്തിലുള്ള സിസ്റ്റമുണ്ട്. ഇത് നെമോണിക് ലിങ്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, കുറേ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക നമുക്ക് വേണ്ട സംഭവങ്ങൾ. ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ടെക്സ്റ്റിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇഫ് വൺ വിഷ് ടു റിമെമ്പർ ദ ലിസ്റ്റ് ഡോഗ്, എൻവലപ്പ്, 13, യാൺ, വിൻഡോ എന്നിങ്ങനെയുള്ള ഇത്രയും വേർഡുകൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഡോഗ്, എൻവലപ്പ്, 13, യാൺ, വിൻഡോ, വൺ കുഡ് ക്രിയേറ്റ് എ ലിങ്ക് സിസ്റ്റം such a story about a dog stuck in an envelope mailed to an unlucky black cat playing with yarn by the window. അതിൻ്റെ അകത്ത് നമ്മൾ കുറേയേറെ ഇൻഫർമേഷൻ കൂട്ടിച്ചേർത്ത് ആ വേണ്ട വേർഡുകളെ ചെയ്ത് ഒരു സെൻറ്റൻസ് ആക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റോറി ആക്കിയിട്ട് നമ്മൾ പഠിക്കുകയാണ് ശരിക്കും നെമോണിക് ലിങ്ക് സിസ്റ്റം എന്ന് പറയുന്നത്. ഒന്നും കൂടി ഞാൻ പറയാം. നമുക്ക് ഓർത്തിരിക്കേണ്ട വേർഡുകൾ എന്ന് പറയുന്നത് ഡോഗ്, എൻവലപ്പ്, 13, യാൺ, വിൻഡോ എന്നിങ്ങനെയാണ്. അപ്പോൾ ഡോഗ്, എൻവലപ്പ്, 13, യാൺ, വിൻഡോ. ഇതിപ്പോൾ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് ഒരു നെമോണിക് ലിങ്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഡോഗ് സ്റ്റക്ക് ഇൻ ആൻ എൻവലപ്പ്, ക്ലിയർ ആയല്ലോ? ഡോഗും വന്നു, എൻവലപ്പ് വന്നു. മെയിൽ ടു ആൻ അൺലക്കി ബ്ലാക്ക് ക്യാറ്റ് പ്ലേയിങ് വിത്ത് യാൺ ബൈ ദ വിൻഡോ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ വേണ്ട ഇൻഫർമേഷനുകളെല്ലാം അവിടെ വന്നിട്ടുണ്ട്. ക്ലിയർ ആയോ? ദി സ്റ്റോറി വുഡ് ബി ഈസിയർ ടു റിമെമ്പർ ദാൻ ദ ലിസ്റ്റ് ഇറ്റ് സെൽഫ്. ക്ലിയർ ആയപ്പോൾ നമുക്കൊരു കുറേയേറെ വേർഡുകൾ അല്ലെങ്കിൽ കുറേയേറെ സ്റ്റിമുലസ് പഠിക്കാനുണ്ടെങ്കിൽ അതിനെ ഒരു സെൻറ്റൻസ് ആക്കിയ സ്റ്റോറി ആയിട്ടോ പഠിക്കുന്നതിനെയാണ് ശരിക്കും നെമോണിക് ലിങ്ക് സിസ്റ്റം, ഒരു നെമോണിക് ലിങ്ക് ഉണ്ടാക്കുന്നതിനാണ് നെമോണിക് ലിങ്ക് സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ മെമ്മറി പെഗ് സിസ്റ്റം, അത് പറയുന്നത് മെയിൻ ഐഡിയ ഓഫ് ദീസ് സിസ്റ്റംസ് ഈസ് ടു എസ്റ്റാബ്ലിഷ് ലോങ് ടേം മെമ്മറി, എ വെൽ ഓർഗനൈസ്ഡ് സെറ്റ് ഓഫ് ഇമേജസ് ടു വിച്ച് the to be remembered items can be linked. In number systems you form an image with each number. For instance, a rhyming system can be used for the numbers 1 through 10. Think of words that rhyme with the numbers. 1 is bun, 2 is shoe, 3 is tree, 4 is door. അങ്ങനെ പലതരത്തിലുള്ള ഇപ്പോൾ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ പലതരത്തിലുള്ള എന്താ പറയുന്നത് ഒബ്ജക്റ്റുമായിട്ട് ഇതിന് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കുന്നതിനെയാണ് ശരിക്കും ഇൻറ്റേർണലൈസ് അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്യുന്നതിനാണ് മെമ്മറി പെഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം അത് ഷോർട്ട് ടൈം എന്താ പറയുന്നത് നമ്മളുടെ ലോങ് ടൈം മെമ്മറിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ടാണ് അങ്ങനെ ലിങ്ക് ചെയ്ത് പഠിക്കുന്നത്. ക്ലിയർ ആയോ? നമുക്ക് ഇപ്പം നമ്പേഴ്സിന് പകരം നമുക്ക് എന്തെങ്കിലും ഒബ്ജക്റ്റുകൾ പഠിച്ച് ഒരുമിച്ച് നമ്മളെ മനസ്സിലേക്ക് വെക്കുന്നു. അതാണ് മെമ്മറി പെഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ മെത്തേഡ് ഓഫ് ലോക്കി ശരിക്കും പറയുന്നത് നമ്മളുടെ ലൊക്കേഷൻ
നമ്മളുടെ ലൊക്കേഷനെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതിനെ നമ്മൾ മെമ്മറി എൻഹാൻസ്മെൻറ്റ് ശരിക്കും വിഷ്വലൈസ് ചെയ്യുകയാണ്. ഓരോരോ ലൊക്കേഷൻ ഇതിനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് മെമ്മറൈസ് ചെയ്യുകയാണ് മെത്തേഡ് ഓഫ് ലോക്കി എന്നുകൊണ്ട്. അപ്പോൾ മെത്തേഡ് ഓഫ് ലോക്കി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ദിസ് മെത്തേഡ് ഓഫ് ലോക്കി ഈസ് ഓൾസോ കോമൺലി കോൾഡ് ദ മെൻ്റൽ വാക്ക്. നമുക്ക് അവിടെ തന്നെയുണ്ട് മെൻ്റൽ വാക്ക് എന്നുള്ള ഒരു സംഭവമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് പലവിധ ലൊക്കേഷനുകൾ നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയാണ്. അതിനനുസരിച്ചിട്ട് നമ്മളെ സബ്ജക്റ്റുകൾ ഈ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പഠിക്കുന്നതാണ് ശരിക്കും മെത്തേഡ് ഓഫ് ലോക്കി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സിനിമയിൽ ഇതിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ടുള്ള ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അവർ പോകുന്നു, എന്താ പറയുന്നത്, ഒരു കോഫി ഹൗസിൽ കയറി കാപ്പി കുടിക്കാനായിട്ടിരിക്കുന്നു. അപ്പോൾ വെളിയിൽ കൂടി ഒരു ജാഥ കടന്നു പോകുന്നു. ഇതെല്ലാം ഈ ലൊക്കേഷൻ അനുസരിച്ചിട്ട് ഇത് ഇൻറ്റേർണലൈസ് ചെയ്ത് വെച്ചിരിക്കുക, അല്ല മെമ്മറൈസ് ചെയ്ത് വെച്ചിരിക്കുക. അതാണ് ശരിക്കും മെത്തേഡ് ഓഫ് ലോക്കി. അതിൻ്റെ ഒരു എക്സാമ്പിൾ എപ്പിറ്റം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ക്ലിയർ ആയോ? അടുത്തതെന്ന് പറഞ്ഞാൽ ചങ്കിങ് എന്നുള്ളതാണ്. ചങ്കിങ് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അതിനെ ഓരോരോ ചങ്കുകളായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ക്ലസ്റ്ററുകളായിട്ട് എടുത്തെടുത്ത് വെക്കുന്നതിന്, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് എടുത്തെടുത്ത് ഒരുമിച്ച് വെക്കുന്നതിനെയാണ് ശരിക്കും ചങ്കിങ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഇൻഫർമേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് വേണ്ട, നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ തന്നെ ഒന്ന് നോക്കുക. ഇപ്പോൾ എൻ്റെ മൊബൈൽ നമ്പർ 8289891982 എന്നുള്ളതാണ് എൻ്റെ മൊബൈൽ നമ്പർ. ഞാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അതൊരു ചങ്കായിട്ടാണ് അതിവിടെ ചെയ്തിരിക്കുന്നത്, 828989. അപ്പോൾ 82 എന്നുള്ളത് ഒരു ചങ്ക്, 89 എന്നുള്ള അടുത്ത ചങ്ക്, 89 എന്നുള്ള അടുത്ത ചങ്ക്, 19 അടുത്ത ചങ്ക്, 82 അടുത്ത ചങ്ക്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചങ്കായിട്ടാണ് 82 89 89 19 82. അങ്ങനെയാണ് നമ്മളെല്ലാം എന്താ പറയുന്നത് ഈ മൊബൈൽ നമ്പറുകൾ, അല്ലെ നമുക്ക് വേണ്ട ഇൻഫർമേഷൻ, ഇപ്പോൾ ആധാർ നമ്പറുകളൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നത് അങ്ങനെയാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ചങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് മേജറായിട്ടുള്ള മെത്തേഡ്സ് ഓഫ് മെമ്മറൈസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നമ്മൾ പോകുന്ന തിയറീസ് ഓഫ് മെമ്മറിയിലേക്കാണ്. ഏതൊക്കെ തിയറികളാണ് മെമ്മറിയിലുള്ളത് എന്നുള്ളതാണ്. പലതരത്തിലുള്ള തിയറികളുണ്ട് മെമ്മറിയിൽ. തിയറീസ് ഓഫ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ തിയറി പറയുന്നത് തിയറി ഓഫ് ജനറൽ മെമ്മറി ഫങ്ഷൻസ് എന്നുള്ളതാണ്. ഇത് നമ്മൾ നേരത്തെ ഞാൻ ഈ ക്ലാസ്സിൻ്റെ ആദ്യത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ച പോലെ, മെമ്മറി തുടങ്ങിയപ്പോൾ തന്നെ സൂചിപ്പിച്ച പോലെയാണ്. ദിസ് തിയറി എക്സ്പ്ലെയിൻസ് ദാറ്റ് ദ മെമ്മറി കൺസിസ്റ്റ് ഓഫ് ദ 3 cognitive processes. These are an encoding process, a storage process and a retrieval process. നമ്മൾ പറഞ്ഞായിരുന്നു എൻകോഡിങ്, സ്റ്റോറേജ് ആൻഡ് റിട്രൈവൽ എന്ന് പറയുന്നത്. അതിനെ സംബന്ധിച്ചിട്ടുള്ള തിയറിയാണ്. അത് ഒരു പക്ക തിയറി ആയിട്ട് ഫോം ചെയ്താണ് ശരിക്കും തിയറി ഓഫ് ജനറൽ മെമ്മറി ഫങ്ഷൻസ്. അപ്പം നമ്മളുടെ മെമ്മറിയിലെ ജനറൽ ഫങ്ഷൻസ് എന്തൊക്കെയാണോ അതിനെ സംബന്ധിച്ചിട്ട് അതൊരു തിയറി ആയിട്ട് ഫോം ചെയ്തിരിക്കുന്നതാണ് ശരിക്കും തിയറി ഓഫ് ജനറൽ മെമ്മറി ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ എൻകോഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് റിസീവിങ് സെൻസറി ഇൻപുട്ട് ആൻഡ് ട്രാൻസ്ഫോമിങ് ഇൻ ടു കോഡ് which can be stored. നമ്മളവിടെ നേരത്തെ പഠിച്ചതാണ്. Then storage is the process of actually putting coded information into memory. Then retrieval is the process of gaining access to the stored coded information when it is needed. അപ്പോൾ 3 പ്രോസസ്സാണ് ജനറൽ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. മെമ്മറിയുടെ ജനറൽ ഫംഗ്ഷൻസ് ഇതൊക്കെയാണ്. ഈ 3 പ്രോസസ്സാണ്. ആ കാര്യങ്ങളാണ് തിയറി ഓഫ് ജനറൽ മെമ്മറി ഫംഗ്ഷൻസിൻ്റെ അകത്ത് പറയുന്നത്. ദെൻ രണ്ടാമത്തെ തിയറി ഓഫ് ഇൻഫർമേഷൻ പ്രോസസ്സിങ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ പ്രോസസ്സിങ് തിയറിയാണ്. The ideas about memory that emphasize the processing of information in stages or steps are known as the information processing theories or models. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറി പറയുന്നത് ഇത് സ്റ്റെപ്സ് ആയിട്ടാണ് അല്ലെങ്കിൽ സ്റ്റേജസ് ആയിട്ടാണ് മെമ്മറി നടക്കുന്നത്, മെമ്മറൈസിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നതെന്നാണ് ഈ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറി നമ്മളോട് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ അവിടെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച് നമ്മൾ പഠിച്ചു പോകുന്ന സംഭവമാണ്. ഇതിൻ്റെ അകത്ത് അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ ഈ 2 പേരാണ്. ഇവരുടെ റിസർച്ചസ് ആണ് ഈ സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്ഫർ മോഡൽ എന്ന് പറയുന്ന ഇങ്ങനെ ഒരു മോഡലിലേക്ക് വന്ന ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറിയിൽ സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്ഫർ മോഡൽ എന്നാണ് അവർ ചെയ്ത ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറീസ് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള തിയറികളുണ്ട്. അതിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള തിയറിയാണ് ഷിഫ്രിൻ്റെ, അറ്റ്കിൻസൻ്റെ. അവരുടെ മോഡലിൻ്റെ പേരല്ല, അവരുടെ തിയറിയുടെ പേരാണ് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്ഫർ മോഡൽ. അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഇനീഷ്യൽ ക്ലാസ്സിൽ പഠിച്ചു, മെമ്മറിയുടെ ആദ്യ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചില്ലായിരുന്നോ, സെൻസറി സ്റ്റോർസ് ഉണ്ട്, മെമ്മറിക്ക് ഡിഫറെൻറ്റ് സെൻസറി സ്റ്റോർസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ഷോർട്ട് ടൈം, ഇമ്മീഡിയറ്റ് അല്ലെ ലോങ് ടൈം സ്റ്റോറുകളുണ്ടെന്ന് പറഞ്ഞു.
അപ്പോൾ ഇതിന് ഒരു എലാബറേറ്റഡ് ഫോമാണ്, അതിനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ദിസ് മോഡൽ ദ പ്രോസസ് ഓഫ് മെമ്മറൈസേഷൻ സ്റ്റാർട്ട്സ് വിത്ത് പിക്കിംഗ് അപ്പ് ഓഫ് ഇൻഫർമേഷൻ ബൈ അവർ സെൻസ് ഓർഗൻസ് ഫ്രം ദ എൻവയോൺമെൻറ്റ്. Okay, then this information will travel through nervous system and reaches the brain when it is evaluated. The sensory information must stay in nervous system for very short duration, approximately for less than a second, to allow the brain to interpret. This stage is called sensory storage. നമ്മൾ സെൻസറി മെമ്മറി എന്ന് പറയുന്ന നമ്മൾ ഇമ്മീഡിയറ്റ് മെമ്മറി അല്ലെ സെൻസറി മെമ്മറി നമ്മൾ പറഞ്ഞില്ലേ, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, then this information is passed to the short time store where it held about 30 seconds. Some of this information reaching short-term memory is processed by being rehearsed, that is having attention focused on it, being repeated over and over, and this is a conscious activity. This information do not processed is lost. Finally, the information rehearsed may be then passed into the long-term stores. നമ്മൾ പറഞ്ഞ ഇമ്മീഡിയറ്റ് മെമ്മറി അല്ലെ സെൻസറി മെമ്മറിയിൽ നമുക്ക് ഇൻഫർമേഷൻ ഉണ്ട്, അവിടെ നമ്മൾ ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് പോകുന്നു. ആ ഷോർട്ട് ടൈം മെമ്മറിയിൽ കൃത്യമായിട്ട് റിഹേഴ്സ് ചെയ്യപ്പെടുകയാണെങ്കിൽ, ഓക്കെ, അല്ലെ പ്രോപ്പറായിട്ട് അതിനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ then it will go to the long term store, അല്ലെ ലോങ് ടൈം മെമ്മറിയിലേക്ക് പോകുന്നു. When the information is placed in the long term store, it is recognized into categories where they may reside for days, months, years or for a lifetime. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, it will be categorized in the long term memory. ഓക്കെ, എവിടെയാണ് ഇത് കിടക്കേണ്ടത്, ഡിപ്പെൻഡ് അപ്പോൺ ദ എന്താ പറയുന്നത് നേച്ചർ ഓഫ് ദി സ്റ്റിമുലസ് ദാറ്റ് വി ഗെറ്റ്. ഓക്കെ, അതിനനുസരിച്ചിട്ട് ഏത് സ്റ്റോറിൽ വേണോ അതിനനുസരിച്ചിട്ട് ആ സ്റ്റോറിലേക്ക് പോകുന്നുണ്ട്. ദിസ് ഓർഗനൈസ്ഡ് ആൻഡ് സ്റ്റോർഡ് ഇൻഫർമേഷൻ ഇൻ ദ ലോങ് ടൈം സ്റ്റോർ വിച്ച് ഈസ് ഇൻ കോഡഡ് ഫോം ഈസ് ട്രാൻസ്ഫർഡ് ബാക്ക് ടു ദ ഷോർട്ട് ടൈം സ്റ്റോർ വെൻ എപ്പോഴാണത് where it is decoded and employed. എപ്പോഴാണ് ഒരു നീഡ് അവിടെ വരുന്നു, എന്താ പറയുന്നത്, ഇതെനിക്ക് വീണ്ടും ഇത് എന്താ പറയുന്നത് എന്താ പറയണേ തിരിച്ച് നമുക്ക് വേണ്ട ഒരവസ്ഥയിലേക്ക് വീണ്ടും റീയൂസ് ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് വരും, റിട്രൈവ് ചെയ്തെടുക്കുമ്പോൾ ലോങ് ടൈം മെമ്മറിയിൽ നിന്ന് എങ്ങോട്ട് വരുമെന്ന് നമ്മൾ വെച്ച് ഷോർട്ട് ടൈം സ്റ്റോറിലേക്ക് അല്ലെ ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് വരുന്നത്. അതാണ് ഈ തിയറി അല്ലെ സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്ഫർ മോഡൽ എന്ന് പറഞ്ഞാൽ അറ്റ്കിൻസൺ അല്ലെ ഷിഫ്രിൻ്റെ തിയറി പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ ഇനീഷ്യലി പഠിച്ചു പോകുന്നത് കേട്ടോ. അതാണ് ഞാൻ ഇതങ്ങോട്ട് പെട്ടെന്ന് പറഞ്ഞു പോകുന്നു. where it is decoded and employed for response as ordered by the brain through motor nerves. ഓക്കെ, ക്ലിയർ ആയില്ല? അതാണ് ശരിക്കും തിയറീസ് ഓഫ് മെമ്മറിയിൽ മേജറായിട്ടും പറയുന്നത്. ദെൻ മൂന്നാമത്തെ അല്ലെ തിയറീസ് ഓഫ് മെമ്മറിയിൽ രണ്ടാമത്തെ തിയറി ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറി പറയുന്നു. എന്താണ്, മെമ്മറിയിൽ ഡിഫറെൻറ്റ് സ്റ്റോർസ് ഉണ്ട്, സെൻസറി സ്റ്റോർ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്, അതല്ലെങ്കിൽ ഷോർട്ട് ടൈം അല്ലെ ലോങ് ടൈം, അങ്ങനെ സ്റ്റോർസ് ഉണ്ട്. ഡിഫറെൻറ്റ് സ്റ്റോർസിലേക്ക് മെമ്മറി കിട്ടുന്ന ഇൻഫർമേഷൻ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്, അത് വീണ്ടും എടുത്ത് ഉപയോഗിക്കുന്നു. ക്ലിയർ ആയല്ലോ? അടുത്ത തിയറി പറയുന്നു ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് തിയറി. ദിസ് തിയറി വാസ് സജസ്റ്റഡ് ബൈ ക്രെയ്ഗ് ആൻഡ് ലോക്ക്ഹാർട്ട് ഇൻ 1972. According to this theory, there is only one kind of memory and the ability to remember depends upon the depth of information processing. അപ്പോൾ ഇവിടെ പറയുന്ന ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് തിയറി പറയുന്നത് എന്താണ്, ഇങ്ങനെ ഷോർട്ട് ടൈമോ ലോങ് ടൈമോ അങ്ങനെയുള്ള വേറെ ലെവൽസ് ഒന്നും എന്താ പറയുന്നത് അങ്ങനെ സ്റ്റോറുകളൊന്നും ഇല്ല. അവിടെ ശരിക്കും പറഞ്ഞാൽ മെമ്മറി പ്രോസസ്സ് ചെയ്യാനായിട്ട് ഒരൊറ്റ എന്താ പറയുന്നത് പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. ദർ ഇസ് ഓൺലി വൺ കൈൻഡ് ഓഫ് മെമ്മറി. ആ ഷോർട്ട് ടൈം മെമ്മറി എന്നോ ഇമ്മീഡിയറ്റ് മെമ്മറി എന്നോ ലോങ് ടൈം മെമ്മറി എന്നൊന്നും ഇല്ല. ശരിക്കും അത് എത്രമാത്രം ഡെപ്തിലാണോ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഈ കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക റിട്രൈവ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇവിടെ ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് തിയറി ക്രെയ്ഗ് ആൻഡ് ലോക്ക്ഹാർട്ട് പറയുന്നത്. ക്ലിയർ ആയോ? ഇവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡിവിഷൻസ് ഒന്നുമില്ല. ലോങ് ടൈം, ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ സെൻസറി അങ്ങനെയുള്ള ഷോർട്ട് ടൈം അങ്ങനെയുള്ള ഡിഫറൻസുകളൊന്നുമില്ല. ഒരൊറ്റ മെമ്മറിയേ ഉള്ളൂ, ഒരൊറ്റ ട്രഷർ എന്താ പറയുന്നത് ഒരൊറ്റ എന്താ പറയുന്ന ഒരു സ്റ്റോറേജ് പ്ലേസേ ഉള്ളൂ. അതിലേക്ക് മുഴുവൻ മെമ്മറിയും വരുന്നു. എത്ര ഡെപ്തിലാണോ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അതിനനുസരിച്ചിട്ട് നമ്മൾ റിട്രൈവ് ചെയ്തെടുക്കുന്നു. If the information is processed in a superficial and shallow level, the forgetting will be more. And on the other hand, if the information is processed deeply, it will remain in memory for long time. That helps us to remember when needed. അവിടെ ശരിക്കും പറഞ്ഞാൽ ക്രെയ്ഗ് ആൻഡ് ലോക്ക്ഹാർട്ട് പറയുന്ന 3 എക്സാമ്പിൾ പറയുന്നുണ്ട് ഓഫ് ലെവൽസ് ഇൻ വിച്ച് വെർബൽ ഇൻഫർമേഷൻ ക്യാൻ ബി പ്രോസസ്ഡ്. ഒന്നാമത്തെ അത് ഞാൻ ഇവിടെ ചേർത്തിട്ടുണ്ട്, നിങ്ങൾ ടെക്സ്റ്റിലുണ്ട്. സ്ട്രക്ചറൽ എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഷാലോ പ്രോസസ്സിലാണ്. അപ്പോൾ ഷാലോ പ്രോസസ്സിങ് ആണ് നടക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അത്ര എന്താ പറയുന്നത് ഇൻറ്റൻസീവ് ആയിട്ടുള്ള അല്ല ഇൻറ്റൻസിറ്റി ഉള്ള ഒരു പ്രോസസ്സിങ് അല്ല നടക്കുന്നതെങ്കിൽ അത് നശിച്ചു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മളുടെ എന്താ പറയുന്നത് റിട്രൈവ് ചെയ്തെടുക്കാൻ പറ്റാതെ പെട്ടെന്ന് മറന്നു പോകും, ഫോർഗെറ്റ് ചെയ്ത് പോകുന്നത്.
അപ്പോൾ സ്ട്രക്ചറിൽ പറയുന്ന ഞാൻ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ, സ്ട്രക്ചറൽ അല്ലെ, ഫൊണറ്റിക് അല്ലെ, സെമാൻറ്റിക്, അങ്ങനെ മൂന്ന് സംഭവങ്ങളാണ് ക്രൈക്ക് ആൻഡ് ലോക്ഹാർട്ട് പറയുന്നത്. 3 എക്സാമ്പിൾസ് ഓഫ് ലെവൽസ് ഇൻ വിച്ച് വെർബൽ ഇൻഫർമേഷൻ ക്യാൻ ബി പ്രോസസ്ഡ്. സ്ട്രക്ചറിൽ പറയുന്നത് ദിസ് ഇസ് ഷാലോ പ്രോസസ്സിംഗ്, ലുക്കിംഗ് അറ്റ് വാട്ട് ദ വേർഡ്സ് only look like. അപ്പോൾ സ്ട്രക്ചറൽ പ്രോസസ്സിൽ എന്താ പറയുന്നത്, എന്താണ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ, അതിൻ്റെ ഇന്നർ മീനിങ്സ് ഒന്നും നമ്മൾ കണ്ടുപിടിക്കുന്നില്ല. പിടികിട്ടിയോ? എന്താണോ അതിൻ്റെ സ്ട്രക്ചർ അതിനനുസരിച്ച് നമ്മൾ ഇൻറ്റേർണലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ക്ലിയർ ആയല്ലോ? ഇതിൻ്റെ അകത്തൊന്നുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നില്ല. കിട്ടുന്ന സ്റ്റിമുലസിനെ അതുപോലെ കൈൻഡ് ഓഫ് ഫോട്ടോജനിക് മെമ്മറി അല്ലേ, നമ്മൾ എന്താ ചെയ്യുന്നത്, ഫോട്ടോജനിക് മെമ്മറിയിൽ കാണുന്ന സാധനങ്ങൾ അതുപോലെ തന്നെ നമ്മളുടെ ഉള്ളിലേക്ക് സേവ് ചെയ്യുന്നത്. ഇവിടെ സ്ട്രക്ചറിൽ എന്താ പറയുന്നത്, ഷാലോ പ്രോസസ്സിംഗ്, ലുക്കിംഗ് വാട്ട് ദ വേർഡ്സ് ഓൺലി ലുക്ക് ലൈക്ക്. അപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ എന്താണ് അത് അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു റീതിങ്കിങ്ങോ അല്ലെങ്കിൽ അതിനെ ഒന്ന് അനലൈസ് ചെയ്യുന്നൊന്നുമില്ല. മനസ്സിലായോ? ദെൻ ഫോണറ്റിക്, പ്രോസസ്സിങ് ദ സൗണ്ട് ഓഫ് ദി വേർഡ്. രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമുക്ക് ഓഡിറ്ററി ഇതിൽ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കാണുന്ന ഒരു സംഭവം, ഒരു വേർഡ്, ഇപ്പോൾ W എന്ന് പറയുന്ന ഒരു വേർഡാണെങ്കിൽ നമ്മളൊന്ന് എന്താ പറയുന്നത്, അത് പ്രോസസ്സ് ചെയ്യുന്ന W അങ്ങനെയുള്ള ഒരു സംഭവം നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക, സൗണ്ട് പ്രൊനൗൺസ് ചെയ്തിട്ടാണ് നമ്മുടെ ഉള്ളിലേക്ക് ഫോണറ്റിക് എന്ന് പറയുന്നത്. സെമൻറ്റിക് എന്ന് പറയുന്നത് ദിസ് ഇസ് ഡീപ് പ്രോസസ്സിങ് കൺസിഡറിങ് ദ മീനിങ് ഓഫ് ദി വേർഡ്. മൂന്നാമത്തെ സംഭവം എന്ന് സ്ട്രക്ചറിൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ മീനിങ് ഒന്നും എടുക്കുന്നില്ല, അനലൈസ് ചെയ്യുന്നില്ലെങ്കിൽ. ഇവിടെ സെമാൻറ്റിക് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിങ് ലെവലിൽ ഒരു ഡീപ്പ് പ്രോസസ്സിംഗ് ആണ്. അതിൻ്റെ കൃത്യമായിട്ട് മീനിങ്ങും സംഭവങ്ങളും എല്ലാം കൂടി മനസ്സിലാക്കിയിട്ട് ഇൻറ്റേർണലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അതാണ് മേജറായിട്ടുള്ള എന്താ പറയുന്നത് തിയറീസ് പറയാനുള്ള. ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് തിയറിയിൽ പറയുന്നതാണ്. ഇതാണ് മേജറായിട്ടുള്ള 3 തിയറികൾ. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ടെക്സ്റ്റ് അത് നോക്കുക. ടെക്സ്റ്റ് ഇല്ലാത്തവർ ഒന്ന് സെർച്ച് ചെയ്യുക, ഗൂഗിൾ ചെയ്ത് നോക്കുക. ഇങ്ങനെ പല തരത്തിലുള്ള തിയറികൾ പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് മേജർ അല്ലെ പ്രോമിനൻറ്റ് തിയറികൾ മാത്രമാണ് നമ്മളിവിടെ ഒന്ന് പറഞ്ഞു പോയിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോൾ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവായിട്ട് വിളിക്കുക അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.